ശ്രീരാജ് പി നായർ, ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിനെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? ഇതിപ്പോൾ സർക്കാരിനൊന്നും ചെയ്യാനില്ല, ഇ ഡി സ്വയമേവ ഇങ്ങോട്ട് വരുന്നു, ഇ ഡിയുടെ അന്വേഷണമാണ് എന്ന രൂപത്തിലാണല്ലോ നേരത്തെ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാന സർക്കാർ പ്രതികരിച്ചിട്ടുള്ളത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോൾ കോടതിയിൽ സീമാറിലേറ്റിരിക്കുന്ന തിരിച്ചടി എങ്ങനെ കാണുന്നു? അല്ല, സംസ്ഥാന സർക്കാർ ആ ഇ ഡി നടപടിക്ക് ശേഷം മുഖ്യമന്ത്രി അവസാന പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറഞ്ഞത്, ഇത് ഞങ്ങൾ ഉന്നയിച്ചിരുന്ന ആരോപണമാണ് എന്നുള്ളത് കൂടി പറഞ്ഞു. അപ്പം ഞങ്ങൾ ഉന്നയിച്ച ആരോപണത്തിന് ഒരു അന്വേഷണ ഏജൻസി നടപടിയെടുക്കാൻ, കേസെടുക്കാൻ വേണ്ടി ചെന്നു. അതിനകത്ത് ആരോപണ വിധേയരായിട്ടുള്ളവർ ആ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമവും നടത്തി. അതിനുശേഷം ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ആ അന്വേഷണം നടത്താം എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള എല്ലാ നിയമ തടസ്സങ്ങളും നീക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതിന് ഞങ്ങൾ പ്രത്യേകിച്ച് ഞങ്ങൾക്കൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കാരണം ഇതിനകത്ത് വളരെ ആസൂത്രിതമായിട്ടുള്ള അഴിമതി നടന്നു എന്നുള്ളതും നിയമങ്ങൾ ദുരുപയോഗം ചെയ്തു എന്നുള്ളതും GST ഇതും മാത്രമല്ല, ഇതിനപ്പുറം GST വെട്ടിപ്പ് എന്നുള്ള ഒരു ആംഗിൾ കൂടി ഈ പ്രശ്നങ്ങളിലുണ്ട് എന്നുള്ളതും, അതുകൊണ്ട് GST വെട്ടിപ്പിന് ക്രിമിനൽ കേസ് കൂടി എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴത്തെ അന്വേഷണം അല്ലെങ്കിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും സത്യം പുറത്തു വരാൻ സഹായകമാകട്ടെ. അതിനകത്ത് പിണറായി വിജയൻ്റെ മകൾക്കെതിരായിട്ടുള്ളതാണ് ഈ കേസ്. അത് തന്നെ കരിമണൽ കർത്തയ്ക്കും എതിരായിട്ടുള്ള കേസാണ്. ആ കേസ് തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ പിന്നീട് ആ കേസിൻ്റെ ഇതിനകത്തൊരു ക്രിമിനാലിറ്റി ഉണ്ടെന്നും അല്ലെങ്കിൽ ഇതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതും അന്വേഷണത്തിലൂടെ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ബെനഫിഷ്യറി ആരാണ് എന്നുള്ള ചോദ്യം കൂടി ഉയർത്തേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് പിണറായി വിജയനിലേക്കും കഴിഞ്ഞ സർക്കാരിലേക്കും അതിൻ്റെ ബന്ധങ്ങൾ പോകുന്നത് ഉൾപ്പെടെയുള്ള വിപുലമായ അന്വേഷണം ഇതിനകത്ത് ആവശ്യമാണ്. ആ ചർച്ച ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.